നമസ്കാരം. എല്ലാവർക്കും മിനിറ്റിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ തമ്പനെയിലിൽ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത് തന്നെ 2025-26 നടക്കുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലികളിൽ വരുന്ന കാതലായ മാറ്റത്തെക്കുറിച്ചാണ്. വാസ്തവത്തിൽ ഇത്തരമൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതെന്തൊക്കെ മാറ്റങ്ങളായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. 10-ാം തീയതി നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ 8-ാം തീയതി നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞിരുന്നു. നോട്ടിഫിക്കേഷൻ വന്നില്ല. 12-ാം തീയതി എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. ഓൺലൈൻ അപേക്ഷകൾ തുടങ്ങും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാതലായ ഒരു മാറ്റമാണ്, ഇക്കഴിഞ്ഞ റിക്രൂട്ട്മെന്റിൽ 2 ഗ്രൂപ്പുകളായിട്ടായിരുന്നു ഫിസിക്കൽ നടന്നിരുന്നത്. എന്നാൽ ഇനി വരുന്ന റിക്രൂട്ട്മെന്റ് റാലികളിൽ 4 ഗ്രൂപ്പുകളായിട്ടായിരിക്കും റിക്രൂട്ട്മെന്റ് റാലി നടക്കുക. 5:30 വരെ ഫസ്റ്റ് ഗ്രൂപ്പ്, 5:45 വരെ സെക്കൻഡ് ഗ്രൂപ്പ്, 6 മിനിറ്റ് വരെ തേർഡ് ഗ്രൂപ്പ്, 6:15 വരെ ഫോർത്ത് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ഗ്രൂപ്പുകളെ തിരിച്ചുകൊണ്ടായിരിക്കും ഫിസിക്കലിന്റെ സെലക്ഷൻ നടക്കുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു 6:15 ഓടി പാസ്സാവാൻ കഴിയാത്ത ആരും തന്നെ ആർമി റിക്രൂട്ട്മെന്റ് റാലികളിൽ പങ്കെടുക്കില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം, വിജയം എവിടെയാണ്? നമ്മുടെ എഴുത്തു പരീക്ഷയിൽ നേടുന്ന മാർക്കായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പൊ നമ്മളുടെ എഴുത്തു പരീക്ഷയുടെ പഠനം കുറെ കൂടി നല്ല സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കാൻ ബാധ്യസ്ഥരാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അറിയാം നോട്ടിഫിക്കേഷൻ വരണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ റിക്രൂട്ട്മെന്റിന്റെ റിസൾട്ട് വരാനുണ്ട്. ഈ റിസൾട്ടും 15-ാം തീയതിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും വരാം. 12-ാം തീയതി തന്നെ നോട്ടിഫിക്കേഷൻ വരും. ആദ്യത്തെ 2-3 ദിവസം നിങ്ങൾ തിരക്കൂട്ടേണ്ട. സൈറ്റൊക്കെ ഒന്ന് ക്ലിയർ ആയി അതുവരെ നിങ്ങൾ നോക്കിയിരുന്നതിന് ശേഷം അപേക്ഷകളേക്ക് ഏകദേശം 1 മാസത്തോളം നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ കിട്ടും. ഏപ്രിലിൽ നടക്കാനിരുന്ന പരീക്ഷ 90% മെയ്യിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മാറുവാണെങ്കിൽ നല്ല കാര്യമാണ്. കാരണം മാർച്ച് മാസം SSLC +2 ഡിഗ്രി എക്സാമുകൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ മക്കൾക്കും ഏപ്രിൽ മെയ് 2 മാസം അല്ലെങ്കിൽ 1.5 മാസത്തോളം നല്ല രീതിയിൽ പഠിക്കാൻ അവസരം കിട്ടും. നല്ല രീതിയിൽ പഠിക്കുക, നിങ്ങൾ ജോലി തേടുക എന്നുള്ളതാണ്. അതോടൊപ്പം ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത് ഇരിട്ടി AMPRTC എന്ന നമ്മുടെ ചാനലാണ്. മറ്റു ചാനലുകളിൽ നിന്ന് നിങ്ങൾക്ക് അറിവുകൾ കിട്ടും. അപ്പൊ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. കമന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് എഴുതിയാൽ അതിനെ സംബന്ധിച്ചുള്ള വീഡിയോകളും കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. അടുത്തത് കാതലായ ഒരു മാറ്റം എന്ന് പറയുന്നത്, നമ്മൾക്കറിയാം ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. അഗ്നിവീർ അല്ലാതെ പെർമനന്റ് ആയി നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അത് വിളിച്ചിരിക്കുന്നത് 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. എഡ്യൂക്കേഷൻ ഹവൽദാർ മേഖലയിലേക്കാണ് അത് വിളിച്ചിരിക്കുന്നത്. അതുപോലെ JCOസിനെ നമ്മളെ റിലീജിയസ് ടീച്ചേഴ്സ് എന്നുള്ള പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് റിലീജിയസ് ടീച്ചേഴ്സിന് കൊടുക്കാൻ തീർത്തും യോഗ്യതയുള്ള ആളുകൾ നമ്മുടെ കേരളത്തിൽ പൊതുവെ കുറവായിരിക്കും. ഉസ്താദുമാരായിട്ടോ പള്ളിയിലച്ഛനായിട്ടോ അല്ലെങ്കിൽ പൂജാരിയായിട്ടോ ഉള്ള കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ ആളുകൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ നിന്ന് കുറവായിരിക്കും. എന്നാൽ എഡ്യൂക്കേഷൻ ഹവൽദാർ മേഖലയിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരിയധികം കുട്ടികൾക്ക് പറ്റുന്നതാണ്. BSCയോ MSCയോ ഇലക്ട്രോണിക്കോ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയോ കോഴ്സുകളോ കാര്യങ്ങളോ ഒക്കെ പഠിച്ച ആളുകൾ തീർച്ചയായിട്ടും അതിന് അപ്ലൈ ചെയ്യുക. സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ആർമിയുടെ പോലെ തന്നെയാണ്. എന്നാൽ റണ്ണിങ്ങിനും കാര്യങ്ങളും 6:20 മിനിറ്റ് അല്ലെങ്കിൽ 6:15 വരെ സമയം ലഭിക്കുന്നതാണ്. പുള്ളപ്പ് 10 എണ്ണം വേണ്ട, 6 എണ്ണം മതി. ബാക്കി നിങ്ങളുടെ എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തന്നെ അഭിരുചി പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന. നല്ല സാധ്യത ഉള്ളതാണ്. തീർച്ചയായിട്ടും അത് പറ്റുന്ന ആളുകൾ അയക്കുക. അതുപോലെ ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ റേഡിയോ കാർട്രീജർ എന്നുള്ള പോസ്റ്റിലൊക്കെ വിളിച്ചിട്ടുണ്ട്. ആ പോസ്റ്റുകളിലേക്ക് പറ്റുന്ന ആളുകൾ അപേക്ഷ അയക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആരും അതുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചേക്കരുത് 20 to 25 വരുന്നപ്പോൾ ഇനി മുതൽ റിക്രൂട്ട്മെന്റിന്റെ പ്രായം 20 വയസ്സാണെന്നോ അല്ലെ 25 വയസ്സ് വരെ കിട്ടുമെന്നോ ആരും പ്രതീക്ഷിക്കുന്നത്. അത് ഈ പ്രത്യേക പോസ്റ്റുകളിലേക്ക് വിളിച്ചിരിക്കുന്നതാണ് എന്നുള്ളത് ഓർക്കുക. ഇനി വയസ്സ് കൂടി കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം. മക്കളെ, വയസ്സ് കൂടിത്തരാൻ വേണ്ടി ആർമി റിക്രൂട്ട്മെന്റ് അതോറിറ്റിക്ക് ഇതിനു മുമ്പ് മുതൽ സജഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ സജഷൻ കൊടുത്തിരിക്കുന്നത് ടെക്നിക്കൽ ട്രേഡിലേക്കുള്ളത് 23 വയസ്സ് വരെ ആക്കി തരണം എന്നാണ്. അതിന്റെ അർത്ഥം ഏതൊക്കെ സാഹചര്യം വന്നാലും ജനറൽ ഡ്യൂട്ടിയുടെ അല്ലെങ്കിൽ വുമൺ മിലിറ്ററി പോലീസിന്റെ ഒരിക്കലും വയസ്സ് 23 വയസ്സ് വരെ ആവില്ല. 17 to 21 തന്നെ ആയിരിക്കും. ടെക്നിക്കൽ ട്രേഡിലേക്ക് നീട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷെ അതിന്റെ ചുവട് പഠിച്ച്
ക്ലർക്കിലോ ട്രേഡ്സ്മാനിലോ നീട്ടിക്കൊടുത്തെങ്കിൽ അത്രയും നല്ലത്. എന്നാൽ ടെക്നിക്കൽ സൈഡിലേക്ക് നീട്ടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലും ഈ വരുന്ന ഇത്തവണത്തെ റിക്രൂട്ട്മെന്റിൽ ഒരു കാരണവശാലും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ഓർക്കുക. അതൊക്കെ പറയാൻ കാരണം പലരും പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് ഇപ്പോഴേ ആളുകൾ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് 21 വയസ്സ് കഴിഞ്ഞു, 22 വയസ്സായി, തീർച്ചയായും എനിക്ക് ഇത്തവണത്തെ 23 വയസ്സിന്റെ അപേക്ഷ അയക്കാമല്ലോ എന്ന് കരുതുന്നത്. അങ്ങനെയുള്ള ചാൻസ് 1% മാത്രമേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ എന്തായാലും ഇന്ന് 10 ആയല്ലോ, 11, 12 നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്കത് മനസ്സിലാക്കാം. നിങ്ങൾ ആശങ്ക ചെയ്യേണ്ട. അതിനു മുമ്പായിട്ട് 23 വയസ്സുള്ളവർ പോയിട്ട് എവിടെയും പഠിക്കാനുള്ള അഡ്മിഷനോ കാര്യങ്ങളോ എടുക്കേണ്ട ആവശ്യമില്ല. 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യുക. ഇനി നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി 17.5 വയസ്സ് ടു 23 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. മക്കളെ, നിങ്ങൾ എല്ലാവരും ഓർക്കണം, 1/10/2004 1 ഏപ്രിൽ 2008 ഇടയിലുള്ളവർക്കാണ് നിലവിൽ അപേക്ഷ നഴ്സിംഗ് അസിസ്റ്റന്റ് ഒഴികെ ബാക്കി പോസ്റ്റുകളിലേക്ക് അയക്കാൻ കഴിയുന്നത്. അപ്പോൾ 2008 എന്നുള്ള ആ ഒരു നമ്മളെ മാർച്ച് എന്നുള്ള ആ ഒരു മാറ്റം ഒരിക്കലും കൂടില്ല. അതിന് താഴെയുള്ള ഏജുള്ള ആളുകൾ മാത്രം നോക്കുക. ഇത്തവണ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും +2 സയൻസ് ഗ്രൂപ്പിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ടെക്നിക്കലിലും നഴ്സിംഗ് അസിസ്റ്റന്റിലും ക്ലർക്കിലും ഒക്കെ അപേക്ഷിക്കാൻ ഒരു അവസരം കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ +2 എക്സാം എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് ഈ അപേക്ഷകൾ ആ പോസ്റ്റുകളിലേക്ക് അയക്കാം. അല്ലാത്ത പക്ഷം അവർക്ക് എന്താണ്, GDയിലേക്കും ട്രേഡ്സ്മാനിലേക്കും മാത്രമേ അയക്കാൻ പറ്റുന്നുള്ളൂ. അതിൽ ഒരു റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും അപേക്ഷ അയക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ അപേക്ഷകർ ഉണ്ടാവും, കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാകും, ഏറ്റവും യോഗ്യരായവർ തന്നെ സെലക്ഷൻ ചെയ്യപ്പെടും. അതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പിന്നെ മറ്റൊരു മാറ്റം കൂടി കാണുന്നുണ്ട്. ഈ നമ്മൾ ഹവിൽദാർ പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുക 250 രൂപ ഫീസ് പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ അപേക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ട് ഇത്തവണ ആർമി റിക്രൂട്ട്മെന്റ് റാലിയിലും 250 രൂപ ഫീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും കാത്തിരിക്കാം. 2 ദിവസത്തിനുള്ളിൽ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കും. അപ്പം നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളുടെ രത്നച്ചുരുക്കം ഇതാണ്. എന്തായാലും ഫിസിക്കൽ 4 ഗ്രൂപ്പിലേക്ക് മാറും. അതോടൊപ്പം ഏജിൽ വ്യത്യാസം വരും. പക്ഷെ ഈ റിക്രൂട്ട്മെന്റിൽ മാറ്റം ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. കുറച്ചും കൂടി ഈസി മെത്തേഡിലൂടെ കുട്ടികളെ റിക്രൂട്ട് ചെയ്യാൻ സേനകൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെ നല്ല അവസരം ഒരുക്കും. അപ്പൊ തീർത്തും ആത്മാർത്ഥതയോടുകൂടി എല്ലാ കുട്ടികളും പഠിക്കണം. പഠനത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുക. പഠിച്ചു നേടുന്ന മാർക്കുകൾ കൂടുതലുള്ളവർക്ക് മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. 1st, 2nd, 3rd ഗ്രൂപ്പ് എന്നുള്ള ആ ഗ്രൂപ്പുകൾക്ക് മാർക്ക് ഉണ്ടെങ്കിലും ഫിസിക്കൽ എല്ലാവരും ക്വാളിഫൈഡ് ആകും. പക്ഷെ എഴുത്ത് പരീക്ഷയുടെ മാർക്കുകൾ കൂടി നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ടുണ്ടെങ്കിൽ സെലക്ഷൻ നമുക്ക് ഉണ്ടാകുള്ളൂ. ആർമിയുടെ GD ആയാലും ട്രേഡ്സ്മാൻ ആയാലും ടെക്നിക്കൽ, ക്ലർക്ക്, നഴ്സിംഗ് അസിസ്റ്റന്റ്, വുമൺ മിലിറ്ററി ഫോഴ്സ് എല്ലാ കോഴ്സ് പോസ്റ്റുകളുടെയും എഴുത്ത് പരീക്ഷയ്ക്കുള്ള പരിശീലനം ടീം ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമ്മളോട് ബന്ധപ്പെടാം. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കേരളത്തിനുള്ളിലുള്ള ഏത് കുട്ടികൾക്കും അവരുടെ സ്ഥലത്തിരുന്നു കൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ പഠിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി ചേർത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് സ്ഥാപനവുമായി ബന്ധപ്പെടുക. നല്ലതുപോലെ തയ്യാറെടുക്കുക. നിങ്ങളുടെ +2ന്റെ അല്ലെ ഡിഗ്രിയുടെ ഈ ടേമിലെ എക്സാം വളരെ നല്ല രീതിയിൽ എഴുതുക. ആ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങൾ ഒരു 1.5 മാസം 2 മാസം നിങ്ങൾ തീർച്ചയായും ആർമി സെലക്ഷന് വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ജോലി കിട്ടും. എല്ലാവർക്കും അത്തരമൊരു ജോലി കിട്ടട്ടെ. അതിനുവേണ്ടി എല്ലാവരെയും ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.